ഹലോ, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോണത്. ഞാനിവിടെ ഡെറ്റോളിൻ്റെ ഒരു കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് പരന്നിട്ടുള്ള ഏത് കുപ്പി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. പിന്നെ ഇതിൻ്റെ സ്റ്റിക്കർ ഞാൻ കളഞ്ഞിട്ടില്ല, കാരണം ഇതിൻ്റെ മേലെ നമുക്ക് ഇനി ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിക്കാനുള്ളതാണ്. അപ്പോൾ സ്റ്റിക്കർ കളയേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഗ്ലൂവും വെള്ളവും കൂടി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 സ്പൂൺ ഗ്ലൂവിൽ 1 സ്പൂൺ വെള്ളം മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ മേലെ ഒരു ടിഷ്യൂ പേപ്പർ മുഴുവനോടെ ഞാനിങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ കുപ്പിയുടെ ഷേപ്പൊക്കെ അനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റുകയാണെങ്കിൽ ചെറിയ ചെറിയ പീസുകളായിട്ട് കീറി എടുത്തിട്ട് ഒട്ടിക്കാം കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു ബോട്ടിൽ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചാൽ കുഴപ്പമില്ല, ഒട്ടിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ ഒട്ടിക്കുകയാണ്. ഇതിൻ്റെ മേലെയും കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഒട്ടിച്ചെടുക്കുക. ഈ ബോട്ടിലിൻ്റെ ബാക്ക് സൈഡിലും എല്ലായിടത്തും ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലേ ഒന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് ടാൽക്കം പൗഡർ ടേബിളിൽ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്, ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ചപ്പാത്തിയൊക്കെ പരത്തണ പോലെ ക്ലേ ഒന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ. അത്യാവശ്യം തിന്നായിട്ടാണ് ഞാൻ പരത്തിയെടുക്കണത്. ഇതിപ്പോൾ പരത്തിയിട്ടുണ്ട്. ഇനി നമ്മളുടെ ബോട്ടിൽ ഇത് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഗ്ലൂ ആക്കി കൊടുത്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഏതെങ്കിലും വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്താൽ മതി. ഇതേപോലെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് സൈഡിലും മേലെയും താഴെയൊക്കെ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, അത് കത്തി വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞ് കട്ട് ചെയ്ത് മാറ്റാണ്. ഈ കട്ട് ചെയ്ത് മാറ്റണത് കളയൊന്നും വേണ്ട കേട്ടോ. വേഗം തന്നെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലേക്കോ അല്ലെങ്കിൽ കവറിലേക്കോ ഒക്കെ വേഗം തന്നെ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പുറത്ത് വെച്ചാൽ ഡ്രൈ ആയിട്ട് പോവും. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഈ 4 അരിക് വശമുണ്ടല്ലോ, കൈയൊന്ന് വെള്ളത്തിൽ നനച്ചിട്ട് നമ്മൾ ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് അതിനെ യോജിപ്പിച്ച് കൊടുക്കുക. അതായത് കട്ട് ചെയ്ത പോലെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളതൊന്നിങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പം ഞാൻ വിരൽ ചെറുതായിട്ടൊന്ന് നനച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇനി മേൽഭാഗത്തും കൂടി നമ്മൾ കുറച്ച് ക്ലേ ഒന്ന് വെച്ച് ഇതേപോലെ കൈ വെച്ചിട്ടൊന്നിങ്ങനെ പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ. ആ ഭാഗം കൂടി നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ വിരൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ക്ലേ കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. കുറച്ച് തിക്നെസ്സിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ബോട്ടിലിൻ്റെ നടുക്കിലായിട്ട് ഗ്ലൂ ആക്കി കൊടുത്ത് ഈ ക്ലേ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ക്ലേയുടെ മേലെ ക്ലേ ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിലും ഗ്ലൂ ആക്കി കൊടുത്തിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ചുറ്റുള്ള ഭാഗം ഇതേപോലെ വിരൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിതിലൊരു ബേബിനെയാണ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അതെന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മളിതിൻ്റെ കണ്ണിൻ്റെ ഭാഗത്ത് വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ചെറുതായിട്ടൊന്നിങ്ങനെ കുഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 സൈഡിലും 2 കണ്ണിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് താഴ്ത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മൂക്കാണ് വെച്ച് കൊടുക്കാനുള്ളത്. മൂക്കിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്ത് ക്ലേ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടി എടുത്തിട്ട് ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് മേൽഭാഗം വിരൽ വെച്ചിട്ട് ഇങ്ങനെ കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ മേലേക്ക് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളിതിൻ്റെ ഷേപ്പ് ചെറുതായിട്ടൊക്കെ ഒന്ന് മൂക്കിൻ്റെ ഷേപ്പ് പോലെ ആക്കിയെടുക്കുക. പിന്നെ കുഞ്ഞു വാവുകളുടെ മൂക്ക് ഇങ്ങനെ നീണ്ട മൂക്കൊന്നും ആവില്ലല്ലോ, ചെറിയ ഉണ്ടയായിട്ടുള്ള ചെറിയ മൂക്കല്ലേ ഉണ്ടാവുക. അപ്പോൾ അതുപോലെ ആക്കിയെടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ആ മൂക്കിൻ്റെ ഹോളുണ്ടല്ലോ, അതിട്ട് കൊടുക്കണം. അതിന് ഞാനിവിടെ യൂസ് ചെയ്യണത് നമ്മുടെ പെയിൻറ്റ് ചെയ്യണ ബ്രഷില്ലേ, ആ ബ്രഷിൻ്റെ ബാക്ക് സൈഡാണ്. ഞാൻ ഇതുവരെയായിട്ടും ക്ലേ ആർട്ടിനുള്ള ടൂൾസ് വാങ്ങിച്ചിട്ടില്ല. നമ്മളന്ന് ഒരു ബുദ്ധനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബോട്ടിൽ, അത് കൈവച്ചിട്ട് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതേപോലെ ഇതും അങ്ങനെ തന്നെയാണ്. കത്തിയും അതുപോലെ പെയിൻറ്റ് ചെയ്യണ ബ്രഷും അങ്ങനെയൊക്കെ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. വേറെ ടൂൾസൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ മൂക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചുണ്ട് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ക്ലേ ഇങ്ങനെ പരത്തി, അതായത് കൈവച്ചൊന്ന് ഉരുട്ടി എടുക്കുന്നുണ്ട്. 2 സൈഡും കുറച്ച് തിന്നായിട്ട് ആണ് ഉരുട്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ മേൽഭാഗത്തെ ചുണ്ടിൻ്റെ ഭാഗത്തായിട്ട് ഇത് വെച്ചിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കൊമ്പം മീശക്കാരൻ്റെ പോലെ ഉണ്ടല്ലേ. ഇനി ഇതേപോലെ തന്നെ താഴ്ഭാഗത്തെ ചുണ്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ താഴെ വെച്ചൊന്ന് ഉരുട്ടി എടുക്കുന്നുണ്ട്. അത് താഴ്ഭാഗത്ത് ഗ്ലൂ ആക്കി കൊടുത്ത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ വായയുടെ ഉൾഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ ഒന്ന് വിരൽ വെച്ച് പ്രസ് ചെയ്തൊന്ന് കുഴിച്ച് കൊടുക്കണം നമുക്ക്. അപ്പോൾ ഞാനത് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നതാണ് നല്ലത് താഴ്ഭാഗത്തെ ചുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് വിരൽ വെച്ചിട്ട് താഴ്ത്തി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് താഴ്ഭാഗത്തെ ലിപ്സ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് ചെയ്തെടുക്കാൻ പോണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഉറങ്ങണ കുഞ്ഞുവാവ ഉറക്കത്തിൽ ഇങ്ങനെ ചിരിക്കില്ലേ, അതേപോലെ ആക്കിയെടുക്കാനാണ് ഞാൻ വിചാരിക്കണം. നമുക്ക് നോക്കാം ഇത് എന്താവും എന്നുള്ളത്. എന്നിട്ട് ഈ മേലത്തെയും താഴത്തെയും ചുണ്ട്
അതിൻ്റെ ആ ചുറ്റുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പെയിൻറ്റ് ചെയ്യുന്ന ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം വിരൽ വെച്ചിട്ടാണ് ഇത് യോജിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു ഐഡിയ അനുസരിച്ച് ഇതിനങ്ങോട്ട് യോജിപ്പിച്ചെടുക്കുക. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഈ ചുണ്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ മൂക്കും അതുപോലെ കണ്ണിൻ്റെ ഭാഗമൊക്കെ ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് നമ്മളുടെ കൈയൊന്ന് ചെറുതായിട്ട് നനച്ചിട്ട് എല്ലായിടത്തും ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ അത് ഡ്രൈ ആവാണ്ടിരിക്കും. ഡ്രൈ ആവാണ്ടിരുന്നാൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും എടുത്ത് പതുക്കെ പതുക്കെ അത് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഷേപ്പിലേക്ക് ആവണം വരെ സമയം എടുത്ത് നമുക്ക് ചെയ്തെടുക്കാം. എത്ര സമയം എടുത്താലും അത് ഉണങ്ങി പോവില്ല, നമ്മൾ ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ കുറച്ച് പാടായിരിക്കും. ഇനി ഞാനിതിൻ്റെ കവിളിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് ക്ലേ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. 2 സൈഡിലും ഞാനിതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. കാരണം ബേബീസിൻ്റെ ഒക്കെ കവിളിങ്ങനെ നല്ല തുടുത്തിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ അതേപോലെ കവിള് കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അതും ഇങ്ങനെ ചുറ്റുള്ള ഭാഗത്തേക്ക് യോജിപ്പിച്ച് കൊടുക്കുകയാണ് നമ്മൾ. അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡിലും കുറച്ച് ക്ലേ കവിളിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സമയമെടുത്ത് പതുക്കെ പതുക്കെ നമുക്കിത് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ. ഞാൻ വീഡിയോയിൽ വേഗം കാണിക്കണമെന്നേ ഉള്ളൂ, പക്ഷേ സമയമെടുത്തിട്ടാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ താടിയുടെ ഭാഗത്ത് കുറച്ച് ക്ലേ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഇങ്ങനെ ക്ലേ വെച്ച് ഒട്ടിച്ച് സൈഡിലേക്ക് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. താടിയുടെ നടുക്കിലായിട്ട് കുറച്ചും കൂടി ഒന്ന് ഉയർന്നിരിക്കണമെന്ന് തോന്നിയ കാരണം കൊണ്ട് അവിടെ കുറച്ച് ക്ലേ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചുറ്റുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിലൊക്കെ നമ്മൾ ഇടയ്ക്ക് കൈയൊന്ന് നനച്ച് കണ്ണിൻ്റെ ഭാഗത്തും മൂക്കിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് ആ നനഞ്ഞ കൈ വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം നല്ലതാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉണങ്ങിപ്പോവും, പിന്നെ നമുക്ക് മാറ്റങ്ങളൊന്നും വരുത്താനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇടയ്ക്കൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുക കൈ. അപ്പോൾ ചുണ്ടും എല്ലാം ഒന്ന് റെഡിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒന്ന് വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെയും പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കവിളിൻ്റെ ആ ഷേപ്പ് ഒന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഈ സൈഡിൽ നമ്മൾ അതേപോലെ തന്നെ ചെയ്തെടുക്കാം. വിരൽ വെച്ചിട്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ചെരിച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തും ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഈ ചുണ്ടിൻ്റെ 2 കോർണർ ഉണ്ടല്ലോ, അവിടെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ചെറുതായിട്ട് ചിരിക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്കിനി കണ്ണാണ് ചെയ്തെടുക്കാനുള്ളത് കേട്ടോ. കണ്ണിന് വേണ്ടിയിട്ട് കുറച്ച് ക്ലേ ഞാൻ എടുത്തിട്ട് ഇതേപോലെ കണ്ണിൻ്റെ ആ ഒരു ഷേപ്പ് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഭാഗത്ത് വെച്ച് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ചുറ്റുള്ള ഭാഗം ഇങ്ങനെ നമ്മൾ വിരൽ വെച്ച് പ്രസ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. മറ്റേ കണ്ണ് നമുക്ക് ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ 2 കണ്ണുകളും ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഞാനൊരു കത്തി യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ മറ്റേ കണ്ണും ചെയ്തെടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഏകദേശം 1 ദിവസം വെക്കേണ്ടി വരും ഇത് ഫുള്ളായിട്ട് ഉണങ്ങി കിട്ടാനായിട്ട്. അങ്ങനെ ഇതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയതിന് ശേഷം നമുക്കിതിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് വൈറ്റ് കളർ പെയിൻറ്റ് അടിച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വൈറ്റ് കളർ പെയിൻറ്റും അതേപോലെ ബ്രൗണും കൂടി മിക്സ് ആക്കിയിട്ട് ഒരു മണ്ണിൻ്റെ ഷെയ്ഡാക്കിയിട്ട് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സിമെൻറ്റ് പോലെ ആക്കിയെടുക്കാം. അതായത് വൈറ്റ് കളർ പെയിൻറ്റിൽ ഒരല്പം ബ്ലാക്ക് മിക്സ് ആക്കി ഗ്രേ ഷെയ്ഡാക്കിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ട്രൈ ചെയ്തെടുക്കാം. ഞാൻ വിചാരിക്കുകയാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ ഞാൻ ഈ ഒരു കളറാണ് ഇതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ ബേബി എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മളുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ നമുക്ക് ഷോ പീസായിട്ട് വെക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഫ്ലവർ വേസ് പോലെ യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇങ്ങനെ ഒരു ചാനലുണ്ടെന്ന് പറയുക, വീഡിയോസ് കണ്ടുവെക്കാനായിട്ട് പറയുക. അതേപോലെ തന്നെ ക്രിസ്മസ് വരാൻ പോവാണ്. ഒരുപാട് ക്രിസ്മസ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ വരാനിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വല്ലതും മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.